വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വളരെ വലിയ തോതിൽ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. തൻ്റെ MP കസേര MP സ്ഥാനം തന്നെ തെറിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇതിന് കാരണമായത് വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന നവ്യ ഹരിദാസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശദമായി പറയുകയാണെങ്കിൽ വയനാട്ടിലെ വിജയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് തന്നെ. BJP നേതാവായിട്ടുള്ള നവ്യ ഹരിദാസിന്റെ ഹർജിയിലാണ് കോൺഗ്രസ് MP പ്രിയങ്ക കേരള ഹൈക്കോടതി വിളിപ്പിച്ചിരിക്കുന്നത്. 2024 നവംബറിലെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വാദ്രയോട് പരാജയപ്പെട്ട BJP നേതാവ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വെല്ലുവിളിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതാവ് പ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും നവ്യ ഹരിദാസ് ആരോപിച്ചിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവും അഴിമതിയുമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയങ്ക വാദ്രയ്ക്കെതിരെ. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രിയങ്ക പെടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ കോടതി സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു ആരോപണം തള്ളിക്കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നെങ്കിൽ പ്രിയങ്ക വാദ്രയ്ക്ക് ആശ്വാസകരമാവുന്ന ഒരു വിധിയായേനെ. പക്ഷേ ഇത് ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് സ്വീകരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല പ്രിയങ്ക വാദ്രയ്ക്ക് സമൻസും അയച്ചിരിക്കുന്നു, നേരിട്ട് ഹാജരാകണമെന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ ഒരു ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നും ഇതിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്നും ഈ ഹർജി നിലനിൽക്കേണ്ടതുമാണ് എന്നും കോടതിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക വാദ്രയ്ക്ക് കോടതി സമൻസ് അയച്ചിരിക്കുന്നതും ഈ ഒരു ഹർജി കോടതി സ്വീകരിച്ചിരിക്കുന്നതും. ഇത് ശരിക്കും പ്രിയങ്കയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി അടുത്ത വാദം 2025 ഓഗസ്റ്റിലേക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതായത് നവ്യ ഹരിദാസിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹരികുമാർ G നായരുടെ വാദം കേട്ട ശേഷം കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് K ബാബു ഹർജി ഫയലിൽ സ്വീകരിക്കുകയും തുടർന്ന് കോടതി പ്രിയങ്കയ്ക്ക് സമൻസ് അയക്കുകയും കേസ് 2025 ഓഗസ്റ്റിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. തന്റെയും ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും ഉടമസ്ഥതയിലുള്ള നിരവധി സ്ഥാവര സ്വത്തുക്കൾ, അദ്ദേഹത്തിന്റെ പേരിലുള്ള നിക്ഷേപങ്ങൾ, ജംഗമ സ്വത്തുക്കൾ എന്നിവ പ്രിയങ്ക വാദ്ര വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് നവ്യ ഹരിദാസ് തന്റെ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് തന്നെ. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് ഉന്നയിച്ചിരിക്കുന്നതും കോടതിയിൽ എത്തിയിരിക്കുന്നതും. ഇപ്പോൾ നമുക്കറിയാം 2024 രാഹുൽ ഗാന്ധി വിജയിച്ച സ്ഥലമാണ് വയനാട്. അത് കഴിഞ്ഞതിന് ശേഷം വയനാട് വേണ്ട എന്ന് വെച്ച് വയനാട് ഉപേക്ഷിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പിന്മാറിയപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ട് വന്നു വീണ്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക വാദ്രയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും അവിടെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും കൂനിന്മേൽ കുരു എന്ന് പറയുന്ന കണക്ക് പ്രിയങ്കയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രശ്നമാണ് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതും വ്യക്തം തന്നെയാണ്. കോടതി ഇപ്പോൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയും കോടതി നവ്യ ഹരിദാസിന്റെ ഹർജി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയും പ്രിയങ്ക ഗാന്ധി തെറ്റുകാരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഉറപ്പായിട്ടും MP സ്ഥാനം തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിയങ്കയുടെ വയനാട്ടിലെ MP സ്ഥാനം അത് അപകടത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് നിമിഷവും തന്റെ കസേര തെറിച്ചു പോകുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേസ് ഇപ്പോൾ ബലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കോടതിക്ക് പോലും നവ്യ ഹരിദാസിന്റെ ഹർജി അംഗീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നവ്യ ഹരിദാസിന്റെ വിജയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ പ്രിയങ്കയ്ക്കും ഒരുപോലെ 8ന്റെ അല്ല 16ന്റെ പണിയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നവ്യ ഹരിദാസ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം രാഹുലിനെ വിജയിപ്പിച്ചു വിട്ടു, അവസാനം രാഹുൽ ആ സ്ഥലം വേണ്ട എന്ന് വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അവസാനം പ്രിയങ്ക വന്നവിടെ മത്സരിച്ചു. ഇപ്പോൾ ആ ഒരു സീറ്റ് തന്നെ അപകടത്തിലാവുന്ന തരത്തിൽ, അതായത് MP സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെങ്കിൽ വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.